ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഞാനൊരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും കുറച്ച് സമയം കിട്ടിയപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ റെസിപ്പി പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളുണ്ടാവുമല്ലോ. ഈ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് സിമ്പിളായിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്നാക്സൊക്കെ ഈവനിങ് ടൈമിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കടയിലൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ഒരു ദിവസം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ദിവസം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒട്ടുമേ അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതും എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഈ വട റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു 3-4 മണിക്കൂറോളം ഞാൻ 4 മണിക്കൂർ ഈ ഉഴുന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഉഴുന്നിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തു ഉഴുന്ന്. എന്നിട്ട് നമ്മളുടെ ചോപ്പറിൽ പിന്നെ എന്താണ് കറിവേപ്പിലയും അതേപോലെ ഒരു കുഞ്ഞ് സവോളയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും പിന്നെ എന്താണ് കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ടോ, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി. അതായത് കുരുമുളക് മുഴുവനായിട്ടുള്ള സംഭവമാണെങ്കിൽ അങ്ങനെ ഇട്ടോ, അല്ലെങ്കിൽ പൊടി ഇട്ടാൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് എണ്ണ ചൂടാകുമ്പോൾ ഇതുപോലെ വറുത്ത് കോരുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേറെ പൊടിക്കൈ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അതായത് ഈ റവയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട നല്ല ടേസ്റ്റുള്ള അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉഴുന്നുവട റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ